അത് സാരമില്ല. ഞാൻ പറഞ്ഞത് ഈ ടൈമില് ലോങ് ട്രിപ്പ് ഒന്നും പാടില്ലെന്ന്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രഗ്നന്റ് ആയ പിന്നെ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോകുന്നതും കൺസീവിംഗ് ഫോട്ടോസ് എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതും ആണല്ലോ. അതൊന്നും വേണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലായോ? ശരി ഡോക്ടർ, ഞങ്ങക്ക് അങ്ങനെയുള്ള ഹോബീസ് ഒന്നുമില്ല. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ശ്രദ്ധിക്കണം. എഴുന്നേക്കുമ്പോ പെട്ടെന്ന് കിടക്കേന്ന് ചാടി എഴുന്നേക്കരുത്. എഴുന്നേറ്റിരുന്ന് 1 മിനിറ്റ് സൈലന്റ് ആയിട്ട് പ്രാർത്ഥിച്ച് മൈൻഡ് ഒന്ന് സ്റ്റഡി ആയിട്ട് വേണം എഴുന്നേക്കാൻ. മനസ്സിലായി ഡോക്ടർ. കേരള സൈ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും അബോഷന് ചിലപ്പോൾ കാരണമായേക്കും. ഒരുപാട് നാള് കാത്തിരുന്ന് ഇത്രയും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കിട്ടിയതല്ലേ. ഇറ്റ്സ് വെരി പ്രഷ്യസ്. ഉള്ളിലൊരു ജീവന, അത് ഓർമ്മ വേണം എപ്പോഴും. എല്ലാം ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ഓക്കെ. ഓ, ലഡ്ഡു ആയിരിക്കും നീ ഗർഭിണിയായതിന്റെ സന്തോഷം. അതെ, അതിനുവേണ്ടി ഞങ്ങൾ എന്തൊക്കെ പ്രാർത്ഥനകളും വഴിപാട് നടത്തിയെന്ന് ഏടത്തേക്ക് അറിഞ്ഞൂടെ? അറിയാം. ഇനി അതിനെക്കുറിച്ചൊന്നും പറയണമെന്നില്ല. ഇതൊരു വലിയ വിജയമായിട്ടായിരിക്കും നീ ഇപ്പൊ കരുതുന്നേ. ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. ഈ വീട്ടിൽ ഒരു കുഞ്ഞുകൂടി ജനിക്കാൻ പോകുന്നു. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥന സഫലമാകുന്നു. നീ പ്രഗ്നന്റ് ആവാൻ വേണ്ടി ആയിരുന്നല്ലോ ഇവിടെ എല്ലാരും കാത്തിരുന്നത്. ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായാൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, അതൊന്നും ആർക്കും അറിയണ്ടല്ലോ. നല്ല മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാ എല്ലാത്തിനും ഫലം ഉണ്ടാവും. അപ്പൊ ഞാനിതുവരെ പ്രാർത്ഥിച്ചൊന്നും നല്ല മനസ്സോടെ അല്ല എന്നാണോ നീ പറയുന്നത്? അത് എന്നോടല്ല ചോദിക്കേണ്ടത്, സ്വന്തം മനസാക്ഷിയോടാ. എന്തായാലും മധുരം എടുക്ക. പിന്നെ ഈ പ്രഗ്നൻസി നീ ഒന്ന് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇത് അബോർഷൻ ആവാനുള്ള സാധ്യത കൂടുതലാ. ഡോക്ടർ ഒന്നും പറഞ്ഞില്ലേ? ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രാണം കൊടുത്തിട്ടായാലും ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും. എങ്കിൽ നിനക്ക് ഞാനൊരു സമ്മാനം തരും. എനിക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ വല്യമ്മയായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പോൾ ആ കുഞ്ഞിന് സമ്മാനം കൊടുക്കാനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ സമ്മാനം ഞാൻ അങ്ങ് സ്വീകരിക്കും. നിന്റെ ഈ ഗർഭം ഈ വീടിൻ്റെ ദുരന്തമാക്കി മാറ്റും ഞാൻ. ഇനി ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും കാരണം നിന്റെ കുഞ്ഞിൻ്റെ ജന്മമാണെന്ന് വരുത്തി തീർക്കും ഞാൻ. ഒടുവിൽ ഇപ്പം നിന്റെ ഗർഭം ആഘോഷിക്കുന്നവരെ തന്നെ നിന്നെ ആ കുഞ്ഞിനെ ശപിക്കും. ഈ വീടിനുണ്ടാകാൻ പോകുന്ന ദുരന്തം മുഴുവനും ആ കുഞ്ഞിൻ്റെ പേരിൽ മുദ്ര കുത്തപ്പെടും. സൂക്ഷിക്കണം. എനിക്കറിയാവുന്നതുപോലെ അവന്തികയെ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എത്ര മധുരം കൊടുത്താലും അവളുടെ ഉള്ളു നിറയെ കയ്പാണ്. ധനുഷ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി. പക്ഷെ എൻ്റെ ജീവിതത്തിലെ
ഏറ്റവും മനോഹരമായ ദിവസം ഇത്. ആ മധുരം ഞാൻ അവർക്കും കൂടി ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ. അവൾ ഒരിക്കലും നന്നാവില്ല. അത് മറ്റാരെക്കാളും കൂടുതൽ നന്നായി എനിക്കാണ് അറിയാവുന്നത്. കുറച്ചു കാര്യങ്ങൾ അവന്തികയെക്കുറിച്ച് അർച്ചനയ്ക്കറിയാം. അതിനൊക്കെ അപ്പുറത്താണ് അവന്തിക എന്ന സ്ത്രീ. ചെകുത്താന്റെ സന്തതി എന്നൊക്കെ പറഞ്ഞാലും അതൊട്ടും അധികമാവില്ല. അർച്ചനയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരാൻ പോകുന്ന ഈ സമയത്ത് അവളുള്ള ഈ വീട്ടിൽ ജീവിക്കുന്നത് പോലും അപകടമാണ്. എന്തു ക്രൂരതയും ചെയ്യാൻ അവൾക്കൊരു മടിയുമില്ല. ധനുഷ് പറഞ്ഞതൊക്കെ സത്യമായിരിക്കാം. പക്ഷേ എനിക്ക് ഈ വീട്ടിൽ നിന്നും എങ്ങോട്ട് ഓടി ഒളിക്കാൻ പറ്റില്ലല്ലോ. ഇതെന്റെ കുടുംബമാണ്. എൻ്റെ ഭർത്താവും സഹോദരങ്ങളും അച്ഛനും ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള ഒരാൾക്ക് പോലും അവർ കാരണം ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്നെക്കൊണ്ട് തടയാൻ പറ്റുന്ന എന്തും ഞാൻ ചെയ്യും. പിന്നെ ഇത്രയൊക്കെ വഴിതെറ്റി നടന്നിട്ടും ധനുഷിപ്പം നന്മയുടെ പാതയിലേക്ക് വന്നില്ലേ? അതുപോലെ ഒരു അവസരം കിട്ടിയാൽ നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. കൊള്ളാം. അർച്ചനയ്ക്ക് അവളെ അറിയാഞ്ഞിട്ടാ. നന്മയുടെ ഒരു കണിക പോലും അവളുടെ മനസ്സിലില്ല. എല്ലാം തകർക്കണമെന്നുള്ള ചിന്ത മാത്രമാണ് അവളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അർച്ചനയ്ക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്നുള്ളത് അവന്തികയ്ക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അതും എനിക്കറിയാം. തനിക്ക് കിട്ടാത്ത സൗഭാഗ്യം അർച്ചനയ്ക്ക് കിട്ടുന്നത് തീരെ സഹിക്കാൻ പറ്റുന്ന പ്രകൃതമല്ല അവളുടേത്. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും. ധനുഷ് എന്താ പറഞ്ഞു വരുന്നത്? എന്ത് കാരണം കൊണ്ടായാലും ഈ കുഞ്ഞിനെ അർച്ചനയ്ക്ക് നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന്. അർച്ചനയുടെ വയറ്റിലുള്ള ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ മടിക്കില്ല. എൻ്റെ കുഞ്ഞ് ഈ നെല്ലിശ്ശേരി വീട്ടിൽ ജനിക്കുന്നത് അവന്തേക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ളത് എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഞാൻ ഈ കുഞ്ഞിൻ്റെ അമ്മയാണ്. എൻ്റെ കരുതലും പ്രാർത്ഥനയും മറികടന്ന് അവർക്കൊരിക്കലും എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയിട്ട് പിന്നെ അവർക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ കഴിയുമെന്ന് ധനുഷിന് തോന്നുന്നുണ്ടോ? എടാ ചതിയാ, എന്റെ രഹസ്യങ്ങൾ നീ അവളോട് വെളിപ്പെടുത്തുകയാണല്ലേ? എന്നിട്ട് അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാനുള്ള ഉപദേശവും കൊടുക്കുന്നു. എന്ന് നോക്കിക്കോ, ആദ്യത്തെ അടികിട്ടാൻ പോകുന്നത് അവക്കല്ല, നിനക്ക് സ്നേഹിക്കുക. അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാ. എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ധനുഷിനോട് ഇപ്പോൾ അവർക്ക് ശത്രുതയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സ്ഥിതിക്ക് സ്നേഹയുടെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധ വേണം. ആ ഭയം എനിക്ക് നല്ലതുപോലെയുണ്ട്. ഇത്രയും നാളും അവളുടെ സഹായിയായി നിന്നിട്ട് ഇപ്പോൾ എനിക്ക് സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടാവുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അർച്ചനയോടുള്ളതിനേക്കാൾ കൂടുതൽ പക അവൾക്ക് എന്നോടുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് ഓരോ നിമിഷവും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്നേഹയുടെ കാര്യത്തിൽ അർച്ചനയുടെ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. എനിക്കും സ്നേഹിക്കും ഇത് പറയാൻ വേറെ ആരുമില്ല. അച്ഛനോടും ഏട്ടന്മാരോടൊക്കെ ഇത് പറഞ്ഞാൽ അത് ഈ വീട്ടിൽ വേറെ പ്രശ്നങ്ങളുണ്ടാക്കും. സ്നേഹയുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചോളാം. ധനുഷ് അക്കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇത്രയും നാളും കാത്തിരുന്നതും പ്രാർത്ഥിച്ചതും എല്ലാം എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ജീവനും ജീവിതമോ എൻ്റെ കുഞ്ഞ്. എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാ ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന സ്നേഹയുടെ കുഞ്ഞ്. സ്നേഹയുടെയോ എൻ്റെയോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്യാൻ മുതിരണം. പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. എന്നെ കൊന്നിട്ട് ജയിലിൽ പോകും പോലും. അതിന് അർച്ചന ഇനിയൊരു ജന്മം കൂടി ജനിക്കണം. മനുഷ്യ, എന്നെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നിനക്കാണ് ഞാൻ ആദ്യത്തെ ശിക്ഷ തരാൻ പോകുന്നത്. ആദ്യം ഇല്ലാതാകാൻ പോകുന്നത് നിന്റെ കുഞ്ഞാ. അർച്ചനയുടെ വയറ്റിൽ കുരുത്ത കുഞ്ഞിൻ്റെ ജാതകമാണ് നിന്റെ കുഞ്ഞിൻ്റെ കാലനായി മാറാൻ പോകുന്നത്. നിന്നെക്കൊണ്ട് തന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കിക്കും. എൻ്റെ പദ്ധതി എന്താണെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല.
എല്ലാം കഴിയുമ്പോൾ സ്നേഹയുടെ അർച്ചനയുടെയും വയറ്റിലെ ജീവനുകൾ രണ്ടും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു കഴിഞ്ഞിരിക്കും. ആ അല്ല, നിങ്ങൾ പോയിട്ട് എപ്പോഴാ തിരിച്ചു വരുന്നത്? ഇപ്പോൾ കുറച്ച് നാളായില്ല അങ്ങോട്ട് പോയിട്ട്. എന്തായാലും 2 ദിവസം അവിടെ നിൽക്കാനാ പ്ലാൻ. മോളെ, നീ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാ ഈ വീട് ഉറങ്ങിയതുപോലെ ആയിപ്പോവും. അത് കൊള്ളാം. ഈ വീട്ടിൽ എത്ര പേരുണ്ട്? എല്ലാ തവണയും ഞാൻ വൃന്ദാവനത്തിലേക്ക് പോകുമ്പോൾ അച്ഛൻ ഇത് തന്നെയാ പറയാറ്. പെട്ടെന്ന് തിരിച്ചു വരണം, നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീട് ഉറങ്ങിപ്പോകുന്നു. നെല്ലിശ്ശേരിയിലെ വേറെ ആര് എങ്ങോട്ട് പോയാലും അച്ഛനാവുന്ന പ്രശ്നമല്ല. താ മാത്രം എങ്ങോട്ടും പോകാൻ പാടില്ല. എവിടെ പോയാലും വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചെത്തണം. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മരുമകളായിട്ട് വന്നെങ്കിലും എനിക്കിവിടെ മകള് തന്നെയാ. ഇവിടെ നോക്കുന്ന പോലെ ഈ വീട് നോക്കാൻ വേറെ ആർക്കും പറ്റില്ല. എനിക്കറിയാം അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. നാളെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം, അതല്ലേ ഉദ്ദേശം? കണ്ടോ, അത് തന്നെയാ ഞാൻ പറയാൻ വന്നത്. അപ്പോഴേക്കും നിനക്കത് മനസ്സിലായി. മോളെ, നാളെ തന്നെ ഇങ്ങ് പോന്നേക്കണം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. ശരി. അച്ഛനുള്ള മരുന്ന് ഓരോ നേരത്തെയും ഞാനവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കഴിക്കേണ്ട സമയം അതിന് പുറത്ത് എഴുതിയും വെച്ചിട്ടുണ്ട്. അനഘ അത് എടുത്ത് തന്നോളൂ. എന്നാ ഞങ്ങൾ പോയിട്ട് രാച്ചാ. ഇതുപോലൊരവസരത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. അർച്ചനെ, നീ പോയിട്ട് വാ. അപ്പോഴേക്കും ഈ നെല്ലിശ്ശേരി വീട് ഞാൻ എൻ്റേതാക്കി കഴിഞ്ഞിരിക്കും. നന്ദ, എനിക്കാകെ പേടിയാവുന്നുണ്ട്. ഇനി പേടിച്ചിട്ട് എന്താ കാര്യം? പക്ഷേ ഒരു കാര്യത്തിൽ എനിക്കിപ്പോൾ ആശ്വാസമുണ്ട്. എന്ത് കാര്യത്തില്? ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഇനി ആവർത്തിച്ച് അവന്തിയോട് പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും നേരിട്ടുകൊണ്ട് മനസ്സിലാക്കില്ലേ? അത് തന്നെയാ എന്റെയും പേടി. അച്ഛന്റെ മുൻപേ ഞാൻ എങ്ങനെ വന്ന് നിൽക്കും? വേറെ വഴിയില്ല, വരുന്നതിനെ ഫേസ് ചെയ്തേ പറ്റൂ. അല്ല, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? വെറുതെ ഒരു ഔട്ടിങ്. പിന്നെ ക്ഷേത്രത്തിൽ പോണെന്ന് പറഞ്ഞതോ? ക്ഷേത്രത്തിൽ പോണം. എന്തൊക്കെയാ നന്ദിനി പറയുന്നത്? ആദ്യം ക്ഷേത്രത്തിൽ പോണെന്ന് പറയുന്നു, പിന്നെ ഔട്ടിങ്ങിന് പോണെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ക്ഷേത്രത്തിൽ പോകുന്നത് തൻ്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരാനാ. അയ്യടാ, അതിന് ഞാൻ സമ്മതിച്ചത് തന്നെ. ഏ? ആദ്യം എല്ലാം ഒന്ന് നേരെയാവട്ടെ, എന്നിട്ട് മതി താലികെട്ടലൊക്കെ. ഒരുമിച്ച് ജീവിക്കാൻ താലി കെട്ടണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നന്ദന്റെ ഭാര്യയാവുമ്പോ ഒരു താലി കഴുത്തിൽ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് പക്ഷേ നന്ദന്റെ മറ്റൊരു ഭാര്യ ഉള്ളപ്പോൾ ആവാൻ പാടില്ല. നിയമപരമായി ആ ബന്ധം വേർപെടുത്തിയതിനു ശേഷം മാത്രമേ എന്റെ കഴുത്തിലെ താലി കെട്ടാൻ ഞാൻ സമ്മതിക്കൂ. എന്നാ പിന്നെ ഈ ജന്മത്ത് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് അവന്തിക നെല്ലിശ്ശേരിയിൽ നിന്ന് ഇറങ്ങിപ്പോവെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എന്നാ പിന്നെ ഞാൻ പറയുന്നത് താൻ കേക്ക്. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച്. അത് വേണ്ട. ഞാൻ നന്ദന്റെ കൂടെ തന്നെ ഇല്ലേ? നന്ദൻ എന്റെ കൂടെയും ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ അവന്തിക ഒഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയി തൊഴുത് നന്ദൻ പറഞ്ഞതുപോലെ ഒരു ഔട്ടിങ്ങിനൊക്കെ പോയി സന്തോഷമായിട്ട് തിരിച്ചു വരാം.
അതുപോരെ? ശരി, സന്ധ്യ ഇഷ്ടം പോലെ ആവട്ടെ. പക്ഷേ ഞാനിത് പറഞ്ഞില്ല എന്ന് താൻ ഇനി പറയരുത്. നന്ദ, വിഷമിക്കണ്ട. എങ്ങനെ ശരിയാവും? നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുക തന്നെ ചെയ്യും. അതല്ല, വിധി മറിച്ചാണെങ്കിൽ അത് നമുക്ക് സഹിക്കാം. ആ വിധി അംഗീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിനേക്കാൾ നല്ലത് എല്ലാം അങ്ങ് അവസാനിപ്പിക്കുന്നതാ. എന്തായത് നന്ദ? കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ വാശി പിടിക്കരുത്. ഇപ്പൊ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. വാ, ഞാനല്ലേ വിളിക്കുന്നത്. എന്തിനാ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കുന്നേ? ഒന്ന് ചിരിച്ചേ. വാ. ആ. ഹലോ. ആഹാ. പയ്യെ പയ്യെ സൂക്ഷിച്ചെഴുന്നേൽക്ക്. ധനുഷ് ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ? ഓഫീസിൽ പോയില്ലേ? ഇല്ല, പോയില്ല. ആ, എന്തു പറ്റി? അതോ, പോകുന്ന വഴിക്ക് എനിക്ക് നിന്നെ ഓർമ്മ വന്നു. ഓ, പെട്ടെന്ന് നിന്നെ കാണണമെന്ന് തോന്നി. വണ്ടി തിരിച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. എന്റെ അമ്മോ, ഇങ്ങനെ തള്ളി മറിച്ചിടല്ലേ ധനുഷ്. ഏ, സത്യം പറ, എന്താ തിരിച്ചു വന്നേ? ഒരു കാര്യമുണ്ട്. ഞാൻ ഓഫീസിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്ന വഴിക്ക് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു സ്മെല്ലിങ്ങനെ വന്നു. എന്ത് സ്മെല്ല്? ആ, നല്ല ചൂട് മസാല ദോശ മൊരിയുന്നതിന്റെ മണം. ആ ദോശയിലേക്ക് കുറച്ച് സാമ്പാർ ഇങ്ങനെ ഒഴിച്ച് അതിലൊരു കഷ്ണം എടുത്ത് ഇങ്ങനെ വായിലേക്ക് വെക്കുമ്പോൾ കിട്ടുന്നൊരു രുചിയുണ്ടല്ലോ. ആ, ആ, നല്ല കായം ചേർത്ത സാമ്പാറിന്റെ മണം. ആ, അതെന്റെ മൂക്കിലേക്ക് ഇങ്ങനെ വന്നു. എന്നിട്ട്? ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി. എന്നിട്ട് പോയി എന്റെ സ്നേഹക്കുട്ടിക്ക് കഴിക്കാൻ ഈ മസാല ദോശയെ വാങ്ങിച്ചിങ്ങ് പോന്നു. നോക്ക്. ഔ, ആ. ആ, ആ. ഉം. ആ, 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 ആം. ഉം. സൂപ്പർ. ഉം. മസാല ആ. ദോശ എന്നൊക്കെ പറഞ്ഞ ഇതാ. ആ. ഇനി നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് നടത്തിത്തരും. ഓരോന്നായിട്ട് പറയാൻ മോനെ. ആ, ആദ്യം ഞാൻ ഈ മസാല ദോശ ഒന്ന് കഴിച്ചോട്ടെ. ഓക്കെ. എൻ്റെ വയറ്റിൽ ജനിച്ച അവൻ്റെ സ്വന്തം കുഞ്ഞു മരണപ്പെട്ടപ്പോൾ എന്നെ ഒരു വാക്കുകൊണ്ട് പോലും ആശ്വസിപ്പിക്കാത്തവനാ. അവക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കും പോലും. ഞാൻ നിന്നെ കൊണ്ട് കൊടുപ്പിക്കാം. ഇവള് 10 മാസം തികക്കില്ലടാ. അതിനു മുമ്പ് ഇവളുടെ പ്രഗ്നൻസി എങ്ങനെയെങ്കിലും ഞാൻ കളഞ്ഞിരിക്കും. മൂർത്തി എവിടെയാ?
എന്താ ഒന്നികെ? എനിക്ക് അത്യാവശ്യമായിട്ട് മൂർത്തിയുടെ ഒരു സഹായം വേണം. ആ, എന്നോട് ഏതോ ഒരു സിദ്ധന്റെ കാര്യം പറഞ്ഞില്ലേ? ആ, അയാളെ അത്യാവശ്യമായിട്ട് മൂർത്തി ഒന്ന് പോയി കാണണം. എന്താ കാര്യം? സ്നേഹയുടെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാനുള്ള ഒരു ഉഗ്ര മരുന്ന് അയാളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, പറഞ്ഞു. അത് വേണോ? അത് വേണം. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ. ആ, പതുക്കെ പതുക്കെ. വെള്ളം വേണോ?